പ്പോൾ എങ്ങനെയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെയെന്ന് വായിക്കാതെ, ഇങ്ങനെയെന്ന് പോലും വായിക്കാതെ, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതുവരെയും എങ്ങനെയെന്ന് വായിക്കാതെ, ഇങ്ങനെയെന്ന് പോലും വായിക്കാതെ, ഇങ്ങനെയെന്ന് പോലും വായിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാര് വിചാരിച്ചത്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി സുന്നികളുടെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ശിർക്കാണോ അല്ലേ? ശിർക്കാണെന്ന് സംശയമില്ലെന്ന് കായക്കൊടി തീർത്തു പറഞ്ഞു. അപ്പോഴാണ് സുന്നികൾ ഹദീസോദിയത്. കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കായക്കൊടി കുടുങ്ങി. അങ്ങനെ വിളിക്കുന്നതോ ശിർക്കാണെന്ന് പറഞ്ഞ മൗലവി അങ്ങനെ വിളിക്കുന്ന സംഭവം ഉദ്ധരിച്ചപ്പോൾ അത് ഇസ്തിആസയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ശിർക്കാണെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? വിളി തന്നെ ആരാധനയും ശിർക്കുമാണെന്നല്ലേ പറഞ്ഞു വന്നത്? അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി? ആലുവ സംവാദത്തോടെ വിളി മാത്രം ശിർക്കല്ലെന്ന് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന വ്യക്തി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞയാൾ തന്നെയാണ് ഇസ്തിആസയില്ല എന്ന് പറഞ്ഞത്. അവസാനമായപ്പോഴേക്കും ചിലർക്ക് പറ്റുമെന്നിടത്തേക്ക് മൗലവി എത്തി. രണ്ടും ഒന്നിച്ച് നിങ്ങൾ കേൾക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഇതിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. മൗലവി, അപ്പോൾ ആ വരുന്നയാൾ, ചോദിക്കുന്നയാൾ അഥവാ ഈസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവനാണോ? ഹദീസും ആയത്തും ഒരു പിടിയുമില്ലാത്തവർ എന്തിന് സംവാദത്തിൽ വരുന്നു? സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസ് ചെവിമുളച്ചതിന് ശേഷം കേട്ടിട്ടേ ഇല്ലാത്ത മൗലവിമാർ അതേക്കുറിച്ച് കളവുകളുടെ ഘോഷയാത്ര തന്നെ നടത്തേണ്ടി വരും. പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. ആദ്യം ഹദീസേ അല്ല എന്ന് പറയുന്നു. ആരാ പറഞ്ഞത്? ഇബ്നു അസാകിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇതാണ് പച്ചയായ ഹദീസ് നിഷേധം. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റാവികൾ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസ് സുന്നികളെ കാഫിറാക്കുന്നതിന്
വിലങ്ങു തടിയായപ്പോൾ പുറങ്കാലുകൊണ്ട് ചവിട്ടുന്നു. അപകടം മണത്ത മൗലവി അടുത്ത നിമിഷം ഓന്തിനെപ്പോലെ നിറം മാറുകയായി. തെളിവ് പറഞ്ഞല്ലോ, പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം നബിയെ വിളിക്കുന്നത് ഇസ്തിഗാസ ഇല്ലെന്ന് മറുപടി പറഞ്ഞതോടെ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന് കരുതി നബിയെ വിളിക്കുന്നത് ശിർക്കല്ല എന്ന പുതിയ വിശ്വാസത്തിലേക്ക് ആലുവാ സംവാദത്തോടെ വഹാബികളെത്തി. സ്വഹീഹാണെന്ന് തെളിയിക്കണമെന്നതായി പിന്നീട് നമ്മുടെ വ്യവസ്ഥ ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ് എന്നാണ്. എവിടെയെങ്കിലുമുള്ള വാക്യം ഉദ്ധരിക്കലല്ല, സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിലുള്ള സനദുകൾ വായിച്ച് ഓരോരുത്തരും സ്വീകാര്യരാണെന്ന് തെളിയിക്കണം. മറുപടി കൃത്യമായി കിട്ടി. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ഹദീസ് നിദാനശാസ്ത്രപ്രകാരം ഹദീസിന് 2 ന്യൂനതയുണ്ടെന്നായി മൗലവി. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമായ സമയത്ത് ഞങ്ങളത് തെളിയിക്കും. എന്താണ് ന്യൂനതയെന്ന് ആ നിമിഷം മുതൽ സുന്നീപക്ഷം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുതിയ വെടിമുഴങ്ങിയത്. ചേകന്നൂർ പോലും പറയാത്ത മുഴുത്ത നുണ. അഥവാ ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ സനദുകൾ മുഴുവനും സ്വഹീഹാകണമത്രേ. സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത. മുസ്നദ് അബൂ യഅല ഹദീസ് ഉണ്ട്, സ്വഹീഹാണെന്ന് ഹാഫിദുൽ ഹൈസമി പറഞ്ഞു, അൽബാനിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഓരോ സനദും ഞങ്ങൾ ഇട്ടു തന്നു. ഹദീസ് സനദ് പറയണമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു കൊടുത്തു. സ്വഹീഹ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ഓരോ സനദും പറഞ്ഞു. എവിടെയാണ് കുഴപ്പമുള്ളത്? ഇനിയിപ്പോ വേറെ ഏതോ ഒരു സനദ് കൊണ്ടുവരും, ഉണ്ടായിക്കോട്ടെ, അതല്ലല്ലോ ഞങ്ങളുടെ തെളിവ്. ഈ സനദിന് എന്താണ് കുഴപ്പം? ഒരു ഹദീസ് ഒരു സനദിലൂടെ സ്ഥിരപ്പെട്ടാൽ പോരെ. അല്ലാതെ ആരാണ് എഴുതിയത്? അടുത്ത സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ മൗലവിക്ക് അത് തിരുത്തേണ്ടി വന്നു. സ്വഹീഹ് വേറെ നിർവചനം വേണോ എനിക്ക് സംശയമുണ്ട്. എല്ലാ പരമ്പരയും സ്വഹീഹാവണോ അതോ ഒരു പരമ്പര മാത്രം സ്വഹീഹായാൽ മതിയോ എന്നൊരു ചർച്ച അവിടെ ആവശ്യമാവുന്ന എനിക്ക് തോന്നുന്നു. അതിനാദ്യം ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാണെന്ന് ആലോചിക്കണം. അല്ല, ഏതായാലും ഒരു പരമ്പര ഹദീസിനെ നോക്കിയിട്ട് സനദെല്ലാം കൂടി പറയാനുള്ള അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ? ഹദീസ് വായിക്കാൻ ധൈര്യം കാണിക്കണം ആദ്യം. അതെ, ഹദീസ് വായിക്കാം, സനദും വായിക്കാം. പക്ഷെ ഒറ്റ സനദ് എല്ലാ വ്യത്യസ്ത സനദുകളും വായിക്കണവരും പറഞ്ഞില്ല. വ്യത്യസ്ത സനദ് വായിക്കണം എന്ന് പറയാം. സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, അത്രേ ഉള്ളൂ. വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക. ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. അത് മറ്റൊരു നുണ കൂടി മൗലവി പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. അതാണ് പണ്ഡിതർ നമുക്ക് കാണിച്ചു തന്ന ശൈലി. ഇടയ്ക്ക് ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന നുണയും മൗലവി കാച്ചാൻ ശ്രമിച്ചു. എന്നല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അമ്പിയാക്കളുടെ മുഴുവൻ മാർഗത്തിനും വിരുദ്ധമായ ഒരു തെളിവ് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളോട്. അതും സുന്നീപക്ഷം പിടികൂടി
അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം